നമസ്കാരം. പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണറും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന എൻ വാസുവിനെ അന്വേഷണ സംഘം ഉടൻ അറസ്റ്റ് ചെയ്തേക്കും. എൻ വാസുവിനെ മൂന്നാം പ്രതിയാക്കി കോടതിയിൽ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. കോടതിയുടെ അനുമതിയോടുകൂടി മുൻ ദേവസ്വം കമ്മീഷണറായ വാസുവിനെ അറസ്റ്റ് ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. മുൻ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസറും വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നപ്പോൾ PA സുധീഷ് കുമാറിന്റെ മൊഴിയാണ് നിർണായകമായത്. സുധീഷ് കുമാറിന്റെ മൊഴി ഇപ്രകാരമാണ്: എൻ വാസുവിന്റെ നിർദ്ദേശപ്രകാരമാണ് സ്വർണ്ണപ്പാളിയെ ചെമ്പുപാളി എന്ന് മഹസറിൽ എഴുതി ചേർത്തത്. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് സ്വർണ്ണപ്പാളികൾ കൈമാറാൻ നിർദ്ദേശിച്ചതും എൻ വാസു ആയിരുന്നു. 2 തവണ ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്ന വാസു 2019 സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തൻ എന്നറിയപ്പെടുന്ന നേതാവ് കൂടിയാണ് എൻ വാസു. നേരത്തെ കുളനടയിലെ CPM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. പിന്നീട് ജുഡീഷ്യൽ സർവീസിലേക്ക് കയറി. പിന്നീട് ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്നു. 2 തവണ ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്ന ശേഷം വിരമിച്ച ശേഷം 7 മാസങ്ങൾക്ക് പിന്നാലെ എൻ വാസുവിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവരോധിക്കുകയായിരുന്നു പിണറായി വിജയൻ. CPM-ന്റെയും പിണറായിയുടെയും വിശ്വസ്തനായ എൻ വാസു അറസ്റ്റിലാകുന്നത് കൂടി പ്രതിരോധത്തിലാകുന്നത് പാർട്ടിയാണ്. അടുത്തത് ദേവസ്വം മന്ത്രിയാവോ അല്ലെങ്കിൽ CPM-ന്റെ ഉന്നത നേതാക്കളോ ആണ് എന്നുള്ളതാണ് പുറത്തുവരുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ. ഹൈക്കോടതിയുടെ ഇന്നത്തെ വിധി ഏറ്റവും നിർണായകമാകും. ഇടക്കാല റിപ്പോർട്ട് ഇന്നാണ് ഹൈക്കോടതിക്ക് മുന്നിൽ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി എന്ത് തീരുമാനിക്കുമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും മൂന്നാം പ്രതിയായി വാസുവിനെ ചേർത്തതോടുകൂടി തന്നെ ദേവസ്വം ഉദ്യോഗസ്ഥരിലേക്കും ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്കും രാഷ്ട്രീയ നേതൃത്വത്തിലേക്കും അന്വേഷണം നീളുന്നു എന്നുള്ള ശുഭകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. നേരത്തെ കേവലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയിലും മുരാരി ബാബുവിലും ഒതുങ്ങി നിന്നിരുന്ന അന്വേഷണം ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം കമ്മീഷണർ, ദേവസ്വം ബോർഡ് അംഗങ്ങൾ അടക്കമുള്ള ഉന്നതരിലേക്കും ഏറ്റവും ഒടുവിലായി ദേവസ്വം മന്ത്രിയിലേക്കും നീങ്ങുന്നു എന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എൻ വാസുവിന്റെ അറസ്റ്റ് സ്വർണ്ണക്കൊള്ള കേസിൽ ഏറെ നിർണായകമാണ്. എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ CPM-ലെ ഒരു പ്രമുഖ നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എൻ വാസു കടകംപള്ളി സുരേന്ദ്രന്റെയും VN വാസവന്റെയും പ്രധാന വിശ്വസ്തനായിരുന്നു. പിണറായി വിജയന്റെ അതിവിശ്വസ്തനായ രാഷ്ട്രീയ നേതാവാണ്. നേരത്തെ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. പിന്നീട് ജുഡീഷ്യൽ സർവീസിൽ കയറി. എങ്കിൽ പോലും CPM-ന്റെ സഹയാത്രികനാണ്, CPM-കാരനാണ്, ഇടതുപക്ഷക്കാരനാണ്. ദേവസ്വം കമ്മീഷണർ ആയിരുന്നപ്പോൾ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ പിണറായിയുടെ അച്ചാരം വാങ്ങി നീക്കം നടത്തിയത് എൻ വാസുവാണ്. ശബരിമലയിലെ ആചാര ലംഘനത്തിന് മുൻകൈയെടുത്തത് എൻ വാസു ദേവസ്വം കമ്മീഷണർ ആയിരുന്നപ്പോഴാണ്. എന്തായാലും എൻ വാസുവിന് അയ്യപ്പന്റെ കോപം കിട്ടിയിരിക്കുന്നു. അയ്യപ്പന്റെ ശാപം എൻ വാസുവിനെ വേട്ടയാടുകയാണ്.